പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ഷൈജി. ഞാൻ ചാലക്കുടി മേട്ടിപ്പാടം ഇടവാംഗമാണ്. ഇതെൻ്റെ രണ്ടാം സാക്ഷ്യമാണ്. 2018 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2022 ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് 2022 അവിടെ നിന്ന് അവസാനിപ്പിച്ച് പോന്നു കോവിഡ് കഴിഞ്ഞപ്പോൾ. എന്നിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് OET എഴുതാനും UK പോകാനുമുള്ള ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ OET പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനെ വന്ന് കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് എക്സാം എഴുതി. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ആവശ്യമായ സ്കോറൊന്നും കിട്ടിയില്ല. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വിഷമമൊന്നും തോന്നിയില്ല. ഞാൻ ഉടമ്പടിയിലായിരുന്നു. രണ്ടാം പ്രാവശ്യം പെട്ടെന്ന് തന്നെ ഡേറ്റ് എടുത്തു, എഴുതി. അപ്പോൾ രണ്ടാം പ്രാവശ്യം എക്സാമിന് പോകുമ്പോഴും ഈ ഉടമ്പടി കാശ് രൂപവും എല്ലാ നേർച്ച വസ്തുക്കളും എല്ലാം ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ പോയത്. നേർച്ച ഉപ്പും എല്ലാം കയ്യിലെടുത്ത് തന്നെയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ എക്സാമിന് പോയപ്പോൾ റൈറ്റിങ്ങും എല്ലാം ഓക്കെ ആയിരുന്നു. സ്പീക്കിങ്ങിന് കയറിയപ്പോൾ എനിക്ക് ഫസ്റ്റ് എക്സാമിന് വന്ന അതേ എക്സാമിനർ തന്നെ എനിക്ക് സെക്കൻഡ് എക്സാമിനും കിട്ടി. അപ്പോൾ കണ്ടപ്പോഴേ ആൾ പറഞ്ഞു, നമ്മൾ മുന്നേ കണ്ടതാണല്ലോ. പക്ഷേ ആൾ ഒത്തിരി നെർവസ് ആയിരുന്നു എക്സാമിൻ്റെ സമയത്ത്. മുന്നത്തെ കുട്ടിയുടെ സ്പീക്കിങ്ങിൻ്റെ റെക്കോർഡിംഗ് ഒന്നും റെക്കോർഡായിട്ടില്ല. അപ്പോൾ ഒത്തിരി നെർവസായിട്ട് ഒത്തിരി പ്രോബ്ലമായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, പക്ഷേ ആൾ ലിസൺ ചെയ്യുന്നില്ല. എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നു, എഴുതുന്നു. അതെല്ലാം എക്സാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ വി വിൽ സി യു നെക്സ്റ്റ് ടൈം, കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്, നമുക്ക് വിൽ സി യു നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. ഞാൻ ഇറങ്ങി അപ്പോൾ തന്നെ ഞാനൊരു നേർച്ച പോലെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ജപമാല റാലിയിൽ വന്ന് പങ്കെടുക്കും, എനിക്ക് ഈ എക്സാമിൽ പാസ്സായേ പറ്റൂ. അങ്ങനെ ഞാൻ 2023 ജപമാല റാലിയിൽ ആദ്യമായിട്ട് പങ്കെടുത്തു. അപ്പോൾ എക്സാം ഓൾറെഡി ഞങ്ങൾ ഒത്തിരി പേര് കൂടിയാണ് പോയത് എക്സാം എഴുതാൻ. അപ്പോൾ അവർക്കെല്ലാം നല്ല എളുപ്പമായിരുന്നു. എക്സാം കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഹാപ്പി. ഞാൻ മാത്രം ഈ സ്പീക്കിങ്ങിന് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് ഞാൻ മാത്രം വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാത്രം പാസ്സായി. അവരെല്ലാം സ്പീക്കിങ്ങിനെല്ലാം അവർക്ക് ആവശ്യമായ സ്കോറിങ് കിട്ടിയില്ല. അപ്പോൾ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനത് പാസ്സായതും. ജപമാല റാലിയിൽ വന്ന് പങ്കെടുത്തു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. എനിക്കറിയില്ല, വിത്തിൻ 1 മന്ത് ഇൻ്റർവ്യൂ കഴിയുന്നു. വിത്തിൻ 24 hours എനിക്ക് എല്ലാം റെഡി ആവുന്നു. 1 മന്തിൽ ടിക്കറ്റും വിസയും എല്ലാം വരുന്നു പോകുന്നു. ഡിസംബറിൽ ഒരു 1 മന്ത് ടൈം, ജനുവരി ഫസ്റ്റ് വീക്കിൽ ഞാൻ UK പോകുന്നു. UK ചെന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ OSCE എക്സാം ഉണ്ട്. അതിനും ഞാൻ വെഞ്ചിരിച്ച ഉപ്പും എല്ലാം കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി എക്സാമിന് കയറുന്നതിന് മുന്നേ ഞാൻ വെഞ്ചിരിച്ച ഉപ്പ് ഞാൻ എക്സാമിൻ്റെ സെൻറ്ററിൽ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആരും ചവിട്ടാതെ ഒരു സൈഡിലായിട്ട് ഇട്ട് പ്രാർത്ഥിച്ചു. ഇനി എനിക്ക് എക്സാമിന് വരാൻ ഇടവരുത്തത്, എനിക്ക് പാസ്സാകണം എന്നും പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ നേർച്ച വസ്തുക്കളും കാശുരൂപൊക്കെ എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത്ഭുതകരമായിട്ട് അതിലും പാസ്സായി. പിന്നീട് 2024 ഞാൻ 23 ജപമാല റാലിക്ക് എനിക്ക് വരാൻ പറ്റിയില്ല. 24 ഞാൻ ജപമാല റാലിക്കായിട്ട് 10 ദിവസത്തിനായിട്ട് ഇങ്ങോട്ട് വന്നു. ജപമാല റാലിയിൽ പങ്കെടുത്തു. അപ്പോൾ ഞാൻ ഒരു നിയോഗം വെച്ചു. UK പോയിട്ട് 1 വർഷമായിട്ടുള്ളൂ. എന്നാലും ഒരു വീട് വാങ്ങാനായിട്ടുള്ള ഒരു ആഗ്രഹത്തിനായിട്ട് ഞാൻ നിയോഗം വെച്ചു. വീട് 2025 തന്നെ ഞാൻ കുറേ വീടുകൾ പോയി കാണുന്നു. പോകുമ്പോഴെല്ലാം നേർച്ച വസ്തുക്കളെല്ലാം കയ്യിലെടുത്ത് പോകുന്നത്. പ്രാർത്ഥിച്ച് തൈലം ചെല്ലുമ്പോഴേ ഡോറിൽ ഞാൻ കുരിശ് വരയ്ക്കും, പ്രാർത്ഥിക്കും. എനിക്ക് നല്ലതിനാണെങ്കിൽ മാത്രം ഈ വീട് തന്നാൽ മതി. അങ്ങനെ വന്ന് പ്രാർത്ഥിക്കുക. ഒരു പ്രാവശ്യം പോയി കണ്ടു. എന്തോ ചെന്നപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ വീട്. അവർ പറഞ്ഞ വിലയേക്കാളും കൂടുതൽ ഞാൻ ചോദിച്ചു. അവരെനിക്ക് അപ്രൂവ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടും എനിക്ക് ഡൗട്ടായി, ഈ വീട് തന്നെ നല്ലതാണോ, എടുക്കണോ എന്നൊക്കെ. പിന്നീട് രണ്ടാമതും ഞാനൊരു വ്യൂവിങ്ങിന് നമുക്ക് ചോദിക്കാം, വീട് കാണാനായിട്ട് വീങ്ങിന് ചോദിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം. ഈ വീട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണെന്നുള്ളൊരു അനുഗ്രഹം, അടയാളം എനിക്ക് കാണണം. പിന്നീട് ഞാൻ രണ്ടാം പ്രാവശ്യം വീട് കാണാൻ പോയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, അവിടെയുള്ള പെയിൻ്റ് എല്ലാം കയറി ചെല്ലുന്നത് ഗ്രേ കളറ്, ബെഡ്റൂം ബ്ലൂ കളറ്, മാസ്റ്റർ ബെഡ്റൂം ബ്ലൂ കളർ, ജസ്റ്റ് വൈറ്റ് ഗ്രേ ബ്ലൂ, ആ 3 പെയിൻറ്റ് മാത്രമേ ആ വീട്ടിലുള്ളൂ. അപ്പോൾ ഞാൻ ഓർപ്പിച്ചു, ഇത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ വീട് തന്നെയാണ്. അങ്ങനെ ആ വീട് ഞങ്ങൾ കൺഫേം ചെയ്തു. വീട് വാങ്ങി. മെയ് മാസം എൻ്റെ ബർത്ത്ഡേയുടെ ഡേറ്റിൻ്റെ അന്നാണ് ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ്, പ്രതീക്ഷിച്ച് കയറിയതല്ല, വീട് കിട്ടുകയും അവിടെ താമസിക്കുകയും അത് മാതാവിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പിന്നത്തെയാണ് ഞാൻ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാനായിട്ട് UK ചെയ്യുന്നത്.
2 പ്രാവശ്യവും ഫെയിലായി. 3-ാം പ്രാവശ്യം എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് തന്നെയാണ് പോകുന്നത്. 3-ാം പ്രാവശ്യവും പോയി ഞാൻ പ്രാർത്ഥിച്ചു, ഈ പ്രാവശ്യം എനിക്ക് പാസ്സായേ പറ്റൂ. എനിക്ക് ഡ്രൈവിങ് ഇവിടെ നാട്ടിൽ ചെയ്തൊന്നും എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇവിടെ ഡ്രൈവ് ചെയ്തിട്ടില്ല. അപ്പം 3-ാം പ്രാവശ്യം പോയപ്പോഴും ഞാൻ വെഞ്ചരിച്ച ഉപ്പെല്ലാം എടുത്ത് സീറ്റെല്ലാം ഇട്ട് കയ്യിൽ ഞാൻ നമ്മുടെ ഒരു കൊന്തയുണ്ടല്ലോ, കുഞ്ഞു കൊന്ത, അതെല്ലാം ഞാൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിൻ്റെ മടിയിലിരുന്നാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്, മാതാവ് വേണം വളയം പിടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. എന്താ നല്ലൊരു എക്സാമിനർ ആയിരുന്നു എനിക്ക് കിട്ടിയത്. നല്ലൊരു കൂളായിട്ടുള്ളൊരു എക്സാമിനർ, ഒരു ടെൻഷനും ഇല്ലാതെ സുഖമായിട്ട് ഡ്രൈവ് ചെയ്തു. എനിക്ക് ആ ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഒത്തിരി 10-15 പ്രാവശ്യമൊക്കെ എഴുതിയിട്ടും ഫെയിലാവും. നല്ല ഒത്തിരി എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് ചെയ്യുന്നവർക്കൊന്നും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത എനിക്ക് കിട്ടിയത് ഞാൻ ഒത്തിരി അനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നു. പിന്നെ ഒരു രോഗസൗഖ്യം കിട്ടിയ ഒരു അനുഗ്രഹം അത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ ഒരു ബാക്ക് പെയിനോ അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ 2025 എല്ലാ വർഷവും ജമാല റാലിയുടെ സമയമാകുമ്പോൾ എനിക്ക് പോരണം എന്നൊരു ആഗ്രഹമുണ്ട്. ഓഗസ്റ്റ് മാസമായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ബാക്ക് പെയിൻ, നടക്കാൻ പറ്റാതെ ഒരു 1 വീക്ക്, അത് പെയിൻ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ളൊരു പെയിൻ ഇതുവരെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ അപ്പോൾ ജമാല റാലിക്ക് വരാമെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ പെയിനായിട്ട് എനിക്ക് ഒത്തിരി നടക്കാനൊക്കെ പറ്റാതായി. അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കും, തൈലം പറ്റും പ്രാർത്ഥിക്കും. എന്നാലും ഉടമ്പടി പ്രാർത്ഥനയോ ധ്യാനമോ ഒന്നും ഞാൻ മുടക്കാറില്ല. ഇതുവരെ 2018 തൊട്ട് ഞാൻ ധ്യാനങ്ങളെല്ലാം മുടക്കാതെ തന്നെ കാണുന്നുണ്ട്, പ്രാർത്ഥനയും മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. പിന്നെ അന്നേരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു തോന്നുവാണ്, ഹസ്ബൻഡിനെ വിട്, നിൻ്റെ ബാക്ക് പെയിൻ മാറും. അങ്ങനെ ഒത്തിരി പ്രാവശ്യം എനിക്ക് തോന്നിയതാണെന്ന് വിചാരിക്കും. പിന്നെയും കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് തന്നെ എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ജപമാല റാലിക്ക് പോകണം, എന്നാലേ എൻ്റെ ബാക്ക് പെയിൻ മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് പോകുന്നത് ഇത്രയും ദൂരം നടക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞു പോകാൻ. പിന്നീട് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു, ടിക്കറ്റ് എടുത്തു, ജപമാല റാലിക്ക് വന്ന് പങ്കെടുത്ത് അന്ന് വൈകിട്ടും എനിക്ക് പെയിനുണ്ട്. ജപമാല റാലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇപ്പോഴും ഞാൻ വിളിക്കും, ഞാൻ പറഞ്ഞു എനിക്കിപ്പോഴും പെയിനുണ്ട്. പക്ഷേ പിറ്റേ ദിവസം നേരം വെളുത്ത് എനിക്കിപ്പോൾ തുടങ്ങി ആ പെയിൻ എവിടെ പോയെന്നോ ഇതുവരെ, ഇപ്പോൾ 1 വർഷമാവാനല്ലേ പോകുന്നത്, ഇതുവരെ എനിക്ക് ആ പെയിൻ പിന്നെ വന്നിട്ടില്ല. അവിടെ MRI ചെയ്തു, ഡിസ്കിന് മൾട്ടിപ്പിൾ പ്ലേസസ് ഡിസ്ക് പ്രോലാപ്സ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു, എമർജൻസി ഫിസിയോതെറാപ്പി. പക്ഷേ എനിക്ക് അവർ ഫിസിയോതെറാപ്പിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ജപമാല റാലി കഴിഞ്ഞതിന് ശേഷമാണ്. അവർ ടെസ്റ്റ് ചെയ്യുന്നു, ഒരു പ്രശ്നം അവർ കാണുന്നില്ല, അവർ ഫിസിയോതെറാപ്പിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്നു. അവർ പറഞ്ഞ MRI റിസൾട്ട് വെച്ചിട്ട് ഒരു പെയിനും ഇല്ലയെന്ന് പറയുന്നത് അത്ഭുതം തന്നെ, അവർ അങ്ങനെ പറയുന്നു. അപ്പോൾ ഇതുവരെ പിന്നെ എനിക്ക് ആ പെയിൻ വന്നിട്ടില്ല, അത് ഭയങ്കരമായിട്ടൊരു അത്ഭുതമാണ്. പിന്നെ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നേർച്ച വസ്തുക്കളിൽ കൂടും പ്രാർത്ഥനകളിൽ കൂടെ എല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പിന്നീട് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റാവുന്ന വിധത്തിലെല്ലാം സഹായിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കാണുമ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ച് കിട്ടുന്ന അനുഗ്രഹം കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു സന്തോഷം വരുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് അവർക്ക് മാതാവിനെക്കുറിച്ച് പറയുകയും ഇവിടെ വന്ന് അവർക്കെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. അതുപോലെ ഇതുവരെ മാതാവും ഈശോയും കൂടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 63-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷൈജി ഷാജു ചാലക്കുടി തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഷൈജിയുടെയും അനുഭവസാക്ഷി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. വാക്കുകളിൽ ഇപ്രകാരം പ്രകടമായിരുന്നു: ഞാൻ ഉടമ്പടിയിൽ ആയതുകൊണ്ട് യാതൊരുവിധ ഭയവുമില്ലായിരുന്നുള്ളത്. കാരണം OET പാസ്സാകുവാനും UK പോകുവാനൊക്കെ സാധിക്കുകയത് അത് പൂർണ്ണമായിട്ട് ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതം തന്നെയാണ്. ആദ്യ തവണ ഫെയിലാകുമെങ്കിലും അത് ഞാൻ ഉടമ്പടിയിലാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. കാരണം ഉടമ്പടി ചേർന്നുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് അത് 2ാമത്തെ എക്സാമിലാണെങ്കിലും സ്പീക്കിങ്ങിൽ ബുദ്ധിമുട്ടുകളുണ്ടായെങ്കിലും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണയിൽ
അവിടുന്ന് ആഗ്രഹിച്ചതുപോലെ ഒരു വിജയം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുക ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും UK തനിക്കൊരു നല്ല ഭവനം വാങ്ങുവാനും, കാരണം ആ ഭവനം വാങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അടയാളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത്. എന്നാൽ അത് പരിശുദ്ധ അമ്മയുടെ ഗ്രേ കളറും അതുപോലെ തന്നെ ഉള്ളിലുള്ള മറ്റു കളറൊക്കെ അതിനോടുള്ള അടയാളങ്ങളും സൂചനയുമായിട്ട് പരിശുദ്ധ അമ്മ കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് കിട്ടിയ രോഗസൗഖ്യം, കാരണം അത് ചുമറാലിയൊക്കെ പങ്കെടുക്കുമ്പോഴാണെങ്കിലും അതിനെ തുടർന്നാണെങ്കിലും വേദന ഉണ്ടായിരുന്നെങ്കിലും, പക്ഷെ എന്നാൽ പെട്ട ദിവസങ്ങൾ തന്നെ അത് പൂർണ്ണമായിട്ടും ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് കടന്നു പോകണമെന്ന് പറഞ്ഞിരുന്നതാണെങ്കിലും, പക്ഷേ അത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലിലൂടെ ഒരു വലിയ രോഗസൗഖ്യം നൽകി ഷൈജിയെ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇനിയും വലിയ വലിയ അനുഗ്രഹങ്ങളാൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താരയിൽ ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.